നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ അമ്മ എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. ആറന്മുളയിലെ വലിയൊരു തറവാട്ടിലെ അംഗമായിരുന്ന ആ അമ്മ വളരെ കുറച്ചു കാലം മാത്രമേ അവരുടെ സ്വന്തം തറവാട്ടിൽ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് മലയാള സിനിമയുടെ തറവാട്ടമ്മയായി മാറിയ ആരാധ്യയായ ആ കലാകാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാൻ ഹൃദയപൂർവ്വം വരവേൽക്കട്ടെ ശ്രീമതി ആറന്മുള പൊന്നമ്മ. കുറച്ചൊരു അസൂയയോടുകൂടി തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം? ആരോഗ്യമാണോ ഇത്? പിന്നെ പക്ഷേ ഇത്രയെങ്കിലും ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും ആരോഗ്യം ഉണ്ടല്ലോ, 92-ാം വയസ്സിൽ എന്നൊരു ന്യായമുണ്ട് സത്യത്തിൽ. ആരോഗ്യം പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമുക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആ ചിട്ടയും ആ ജീവിത രീതിയുടെയും കാണും. പിന്നെ ഇത്രയും ആരോഗ്യമുള്ള ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ചെറുപ്പം വെജിറ്റേറിയൻ മാത്രമേ അല്ലല്ല, എല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പം പിന്നെ അതിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മീനൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കൊച്ചിലെ അമ്മയാണ് അതിൻ്റെ ചെറുപ്പം മുതൽ വെളുപ്പം കാലത്ത് എഴുന്നേൽക്കണമെന്നും സ്കൂളിൽ പോകണോ ജോലിയുണ്ടോ ഇല്ലെങ്കിലും രാവിലെ കുളിക്കുക, ആ ഒരു നിഷ്ഠ, വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പേ മേലെ കഴുകുക, വിളക്ക് കത്തിക്കുക, നമ്മൾ ചെയ്യേണ്ട ഒരു ചിട്ട പഠിപ്പിച്ച അമ്മയാണ്. കൊച്ചിലെ അമ്മ സംഗീതം പഠിപ്പിച്ചു. 7 വയസ്സായി അമ്മ പാടുമായിരുന്നു. 7 വയസ്സ് മുതൽ സംഗീതം അഭ്യസിപ്പിച്ചു. ആ സംഗീതമാണ് ഈ കലാരംഗത്ത് വരാനുള്ള ഒരു അടിസ്ഥാനം. അമ്മയാണ് പഠിപ്പിച്ചത്. എളുപ്പം കാലം 5 മണിക്ക് എണീറ്റ് 1 മണിക്കൂർ സാധനം ചെയ്യണം. അത് കഴിഞ്ഞാൽ പമ്പയാറിൻ്റെ തീരത്താണ് വീടേ. രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ആറ്റിപ്പോയി കുളിച്ച് വന്ന് പിന്നെ ഒരു ഗ്ലാസ് കാപ്പി എന്തെങ്കിലും തരൂ. പിന്നെ സ്കൂളിലെ പഠിക്കണം. അങ്ങനെ ചിട്ടയുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് നാമം ജപം, അത് 1 മണിക്കൂർ. അത് ഇന്ന കീർത്തനങ്ങൾ അത് ചിട്ടയായിട്ട് അത് ചൊല്ലണം. എല്ലാവരും കൂടി ഇരുന്ന്, ഞങ്ങൾ 5 മക്കളും അമ്മയും ഇരുന്ന്. അങ്ങനെ ഒരു അച്ഛൻ കൊച്ചിലെ മരിച്ചു പോയി 9 വയസ്സിലെ. അപ്പോൾ ആ ജീവിത രീതി ഇന്ന് ഞാൻ തുടരുന്നുണ്ട് സത്യത്തിൽ. അപ്പോൾ അമ്മ കർശനമായിരുന്നു. അമ്മയെ സ്നേഹത്തിൽ കൂടെയുള്ള പേടിയായിരുന്നു. ആ ഒരു കാലമൊക്കെ ഒരുപാട് സമ്പന്നമായിരുന്നല്ലേ, ഒരുപാട് നിലവും പാടവും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. നെല്ലാണ്. അച്ഛനാണെങ്കിൽ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നേ. മലയത്ത് കേശമുള്ള 3000 നെല്ല് പാട്ടം മലയത്തെ മേടയുടെ മുകളിലാണ് അറ. ഈ ആറ്റുതീരമായതുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മ പറയും, ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ ഈ മരുമക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചു പോയി. മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിനൊന്നും അവകാശമില്ല. എല്ലാം മരുമക്കൊക്കെ. 12-ാമത്തെ വയസ്സായപ്പോൾ ഒരു സാറ് വന്നിട്ട് എന്നെ കുറച്ച് നാൾ പഠിപ്പിച്ചു. പാട്ട് പഠിപ്പിച്ചിട്ട് അന്ന് പരീക്ഷയുണ്ട്, ലോവർ ഹയറും, മനസ്സിലായില്ലേ. അപ്പം സാറ് പറഞ്ഞു, ഇവിടെ ഇത്രയൊക്കെ പാടുന്നില്ലേ, പരീക്ഷയ്ക്ക് ചേർക്കണം. ഞാനപ്പോൾ 2nd 4th മറ്റോ പഠിക്കുക ഇംഗ്ലീഷ് സ്കൂളിൽ. എന്നെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയറിന് ചേർത്തു. കാരണം അത്രയും കീർത്തനങ്ങളൊക്കെ ഞാനപ്പോൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചേർത്തു, ഹയർ പാസ്സായി. 2nd 4 കഴിഞ്ഞു. 3rd 4th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ വേറെ അനന്തരവനാണ് കുഞ്ഞമ്മയുടെ കല്യാണം കഴിപ്പിച്ചു. 16 വയസ്സും 6 മാസം ആയപ്പോൾ മോളെ പ്രസവിച്ചു. പിന്നെ അപ്പോഴേ സ്കൂളിൽ ജോലി കിട്ടി എനിക്ക്, ഹയർ പാസ്സായത് കാരണം. ഈ സാറ് വന്നപ്പോൾ പറഞ്ഞ്, ഹയർ പാസ്സായിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടും. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ് എന്നെ ജോലിക്ക് പ്രേരിപ്പിച്ചത് സാറ്. അപ്പോൾ അമ്മ പറഞ്ഞാൽ, നീ ജോലിക്ക് പോകുമ്പോൾ പൊയ്ക്കോളും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പോയിട്ടേ ഇല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്നിനും പോയില്ലെങ്കിലും ഈ കലാരംഗത്ത് വരാനും നാടകത്തിന് വിടാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ഇപ്പോൾ 29-ാമത്തെ വയസ്സിലാണ് ഈ നാടകത്തിന് വന്ന് വിളിക്കുന്നത് എന്നെ, വെളുപ്പിളിച്ചേട്ടൻ പാട്ട് പാടുന്നത് വെച്ചിട്ട്. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി അഭിനയിക്കാനായിട്ട് ആദ്യം. അപ്പോൾ 30-ാമത്തെ വയസ്സിലാണ് നാടകം അഭിനയിക്കുന്നത്. 29 കഴിഞ്ഞ് ഭാഗ്യലക്ഷ്മിയാണ് ആദ്യത്തെ നാടകം. ഞാനിപ്പോഴും ഓർക്കുന്നത്, അരിപ്പാട്ടി ഞങ്ങൾ ആലപ്പുഴ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അരിപ്പാട്ടി ചെന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ ആൾ കയറി പൂക്കുവിളി ബഹളം. അപ്പം ഞാൻ ചെല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാനേജർ പഠിക്കൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം ഞാൻ ചെന്നാലേ തുടങ്ങാം. ഞാൻ 3-ാമത്തെ സീനിലേ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചെല്ലാതെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇട്ടു പാട്ട് പാടിക്കൊണ്ട ഒരു ശ്ലോകം പാടിക്കൊണ്ടാണ് പൂജ. അതാണ് ഭാഗ്യലക്ഷ്മി ആദ്യത്തെ ഒരു യാകുന്ദേന്തു തുഷാരഹാര ധവള എന്നൊരു ശ്ലോകമുണ്ട്. ശശിധരൻ എന്ന് പറയുന്ന സിനിമയിൽ മിസ് കുമാരിയായിരുന്നു നായിക. നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ആലപ്പുഴയാണ്. NB ചെലപ്പന്നാരിയേട്ടൻ്റെ ആണ് ശശിധരൻ നാടകം. പ്രേമവൈചിത്ര്യം അഥവാ ശശിധരൻ BA എന്നും പറഞ്ഞ് എൻ്റെ അനിയനും ആദ്യം നാടകം കളിച്ചതാണത്. അതാണ് ഈ സിനിമ. എനിക്കൊരു പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ക്യാമറ ഇരിക്കുന്ന അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ക്യാമറയിൽ. അത് പിന്നെ മനസ്സിലായത് നോക്കിക്കൂടാ. സാധാരണ പോലെ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് സ്വന്തം സമ്പാദ്യം
ജോലിയില്ലാതെ ഒന്നും പെണ്ണെ തരാൻ പറ്റില്ല, പണമില്ലെന്നേ, പണത്തിനേ ഉള്ളൂ കുറവ്, അഭിമാനത്തിന് ഞങ്ങൾക്ക് കുറവൊന്നുമില്ല, മേലാൽ ഇവിടെ വരികയോ വിലാസിനെ കാണുകയോ ചെയ്യരുത്, കൂട്ടന് പോകാം എന്നും പറഞ്ഞ് ഒരു യാജ്ഞ പറയുമ്പോൾ ഇയാൾ അങ്ങ് എണീറ്റ് പോകാൻ തന്നെ അങ്ങനെ ഒരു രംഗമായിരുന്നു ആദ്യത്തെ. ഞാനവർക്ക് ചിലരൊക്കെ പറയും ആ രംഗം കാണാൻ വേണ്ടി കയറിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ അമ്മയുടെ റോളിന് തന്നെ 5ാമത്തെ പടമാണ് അമ്മ എന്ന് തന്നെയുള്ളത്, ടി വാസുദേവൻ്റെ അമ്മ. അതിൽ തിക്കുറിശിയായിരുന്നു മകൻ. ബി എസ് സരോജ എന്ന് ജീവിത നൗകയൊക്കെ ഇറങ്ങി നല്ല പേരിലിരിക്കുന്ന സമയമാണ്. അവൾ മകള് തിക്കുറിശി മകൻ, ലളിത പത്മിനി വലിയ ലളിത മരുമകള്, നല്ല സ്റ്റാർ വാല്യുള്ള പടം. നല്ല പടം. ശരിക്കും പ്രായത്തിന് ഇളയതാ, 1 വയസ്സും 10 മാസം ഇളയതാണ്. അന്നൊന്നും അവർക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ഒന്നും വിളിക്കില്ല, പേരൊന്നും വിളിക്കില്ലായിരുന്നു. എന്നോട് വല്ലതും പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറയും, ചേട്ടാ ഇങ്ങനെ നാടകക്കാലത്ത് ഇന്ന ഡയലോഗ് ഇന്ന പോലെ പറയണം എന്ന് പറയും. അപ്പം നീ എന്നോട് വന്ന് ചോദിക്കും, നീ എന്താ ഇങ്ങനെ പറയാം? ഞാൻ പറഞ്ഞു എനിക്കതൊക്കെ അറിയാം, ഞാൻ പറഞ്ഞോളാം. ലവ് സീന്, ഒരു ചെറിയ സീനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് നാടകം കളിച്ചത്. പിന്നെ അമ്മയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ സത്യത്തിൽ ഒരമ്മയോടുള്ള ബഹുമാനമൊക്കെ, അല്ലാതെ ഈ വേണ്ടാത്ത വർത്തമാനമൊന്നും ഞാനിരിക്കുമ്പോൾ പറയുകയൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും. ഞാൻ മോനായിട്ട് അഭിനയിച്ചെങ്കിലും പിന്നെ നായികമാരുടെയൊക്കെ അമ്മയും അച്ഛനുമായിട്ടായിരുന്നു ഞങ്ങൾ. ഒരുപാട് പടങ്ങളിൽ തിക്കുറിശി ഞാൻ. അപ്പോഴും തിക്കുറിശി എടീന്ന് വിളിക്കും, എവിടെ ആടി ആ കൊട്ട് കേൾക്കുന്നതെന്ന് ഒരിക്കൽ ചോദിക്കണം. കൃഷ്ണനായർ ഡയറക്റ്റ് ചെയ്യുന്ന പടം വിയർപ്പിൻ്റെ വില. കൃഷ്ണനായരെ ഈ എടീന്ന് പറയാതെ പറഞ്ഞാൽ എന്താ? അതെന്താ? അല്ല എന്തോ എനിക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ ഒരു മടി. ഇത് സിനിമ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കും. പക്ഷെ അതില്ലാതെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. എവിടെ ആ കൊട്ട് കേൾക്കുന്നേ നീ ചോദിക്കും. എടിയില്ലാതെ പറയാമല്ലോ. അങ്ങനെ ഒരു മനോഭാവമായി ആയിരുന്നു എന്നോട്.